കെമിസ്ട്രിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഗ്യാസ് ലോസ് 2 ആണ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. രണ്ടാമത്തെ ഗ്യാസ് ലോ ചാൾസ് ലോ എന്ന് പറയും. ചാൾസ് ലോ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് ലോ. ഒരു ചാൾസ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് കണ്ടുപിടിച്ച ഒരു ലോയാണ് ചാൾസ് ലോ എന്ന് പറയുന്നത്. ഈ ചാൾസ് ലോ പറയുന്നത് ദി റിലേഷൻ ബിറ്റ്വീൻ ദി വോളിയം ആൻഡ് ദി ടെമ്പറേച്ചർ. ബോയ്ൽസ് ലോ പറയുന്നത് റിലേഷൻ ബിറ്റ്വീൻ ദി വോളിയം ആൻഡ് ദി പ്രഷർ. ഹലോ, ശ്രദ്ധിക്കണേ. ബോയ്ൽസ് ലോ പറയുന്നത് വോളിയവും പ്രഷറും തമ്മിലുള്ള റിലേഷനാണ് പറയുന്നത്. ബട്ട് ചാൾസ് ലോ പറയുന്നതോ വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള ഒരു റിലേഷനാണ്. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങളൊരു ഇതുപോലൊരു ബോട്ടിൽ ഉണ്ടെന്ന് സങ്കല്പിക്കുക. ഒരു ബോട്ടിൽ, ആ ബോട്ടിലിന്റെ ഒരു സ്റ്റോപ്പർ ഉണ്ടാവും. അതിനുള്ളിൽ കൂടി നമ്മൾ റീഫില്ല് കട്ട് ചെയ്ത് നമ്മളിങ്ങനെ വെച്ചിരിക്കുന്നു. ഒരു റീഫില്ല് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ആ റീഫില്ലിന്റെ അടിയിൽ ഒരു ചെറിയ ഒരു തുള്ളി മഷി ഇങ്ങനെ എന്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നു. ഒരു ചെറിയൊരു തുള്ളി മഷി. ഇവിടെ കംപ്ലീറ്റ് ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് എയർ. നമുക്ക് എയർ ഉണ്ടെന്ന് മനസ്സിലായി. And this arrangement is placed in lukewarm water എന്ന് പറഞ്ഞാൽ ഇളം ചൂട് വെള്ളത്തിൽ വെക്കുക. ഹോട്ട് വാട്ടറിൽ നമ്മൾ വെക്കുന്നു. അപ്പൊ വാട്ട് ഈസ് ഒബ്സർവേഷൻ? അപ്പൊ നമ്മൾ റീഫില്ലുണ്ട്, റീഫില്ലിന്റെ അടിയിൽ ഒരു തുള്ളി മഷി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ക്രമീകരണം നമ്മളൊരു ലൂക്ക് വാം വാട്ടർ എന്ന് പറഞ്ഞാൽ ചെറിയ ചൂട് വെള്ളത്തിൽ നമ്മളിങ്ങനെ മുക്കി വെച്ചിരിക്കുകയാണ്. ദി ഒബ്സർവേഷൻ ഈസ് ദി ഇങ്ക്, ഈ കാണുന്ന ഒരു ഡ്രോപ്പ് ഓഫ് ഇങ്ക് ഈസ് ഗോയിങ് ഓൺ അപ്വേർഡ്സ്. മേലോട്ട് ഇങ്ങനെ ഉയർന്ന് ഇങ്ങനെ വരുന്ന കാണാം. വാട്ട് ഈസ് ദി റീസൺ? എന്തുകൊണ്ട് ഇതിന്റെ ഈ മഷി ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ ഇതിന്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ മേലോട്ട് ഉയർന്ന് ഇങ്ങനെ വരുന്നു? ഹോട്ട് വാട്ടറിൽ വെച്ചപ്പോ ദി എയർ ഇൻസൈഡ് ദി ബോട്ടിൽ ഈസ് ഹീറ്റഡ്, ചൂടായല്ലോ. അപ്പൊ ടെമ്പറേച്ചർ കൂടിയപ്പോൾ എന്ത് സംഭവിച്ചു? ഇതിന്റെ വോളിയം കൂടി. വോളിയം ഓഫ് ദി ഗ്യാസ് ഇൻക്രീസസ്. അപ്പൊ when the temperature increases, the volume of the gas is also increases. അപ്പൊ എന്ത് സംഭവിക്കുന്നു? വോളിയം കൂടിയപ്പോൾ വോളിയത്തിന് നിൽക്കാൻ സ്ഥലമില്ലാതെ വന്നപ്പോൾ ഈ മഷിയെ മേലോട്ട് തള്ളിക്കൊണ്ട് ഇതിന്റെ വോളിയം ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറുന്നു. അതാണ് സംഭവിക്കുന്നത്. അപ്പൊ ദിസ് ലോ ഈസ് കോൾഡ് ചാൾസ് ലോ. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് ലോ. ദാറ്റ് ഈസ് കോൾഡ് ചാൾസ് ലോ. എങ്ങനെ? അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ, നോട്ട് ദി പോയിന്റ്, അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ, സ്ഥിരമായ മർദ്ദത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ്, വോളിയം ഓഫ് എ ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ടെമ്പറേച്ചർ അറ്റ് കെൽവിൻ സ്കെയിൽ. മലയാളത്തിൽ പറയുന്നു, സ്ഥിരമായ മർദ്ദത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വോളിയം എന്ന് പറയുന്നത് കെൽവിൻ സ്കെയിലിലെ ഊഷ്മാവിന് നേരാനുപാതികമാണ്. ബോയ്ൽസ് ലോയിൽ നമ്മൾ കണ്ടു ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ വി കൂടുമ്പോൾ പി കുറയുന്നു, വി കുറയുമ്പോൾ പി കൂടുന്നു, തിരിച്ചു പറയണം. ഇവിടെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, നേരാനുപാതികം എന്ന് പറഞ്ഞാൽ വി കൂടുമ്പോൾ, വോളിയം കൂടുമ്പോൾ ടെമ്പറേച്ചർ കൂടുന്നു. അതാണ് ഇവിടെ ടെമ്പറേച്ചർ കൂടിയപ്പോൾ വോളിയം കൂടിയത്. ടെമ്പറേച്ചർ കൂടിയപ്പോൾ വോളിയം കൂടിയത്, അങ്ങനെയല്ലേ? അപ്പൊ വി പ്രൊപ്പോർഷൻ ടി. താപനില കൂടുമ്പോ വ്യാപ്തം കൂടുന്നു. ടി എന്ന് പറഞ്ഞാൽ കെൽവിൻ സ്കെയിലിലെ ഊഷ്മാവാണെന്ന് കൂടി ഓർത്തിരിക്കണം. കെൽവിൻ സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇതാണ് നമ്മുടെ ചാൾസ് ലോയുടെ മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ ഗണിത രൂപം. അല്ലെങ്കിൽ നമ്മൾ വേറെ രീതിയിൽ എഴുതുന്നത് എങ്ങനെയാണ്? വി, ഇത് ടി അടിയിലേക്ക് പറയാൻ പാടില്ലേ? വി ബൈ ടി ഈസ് എ കോൺസ്റ്റന്റ്. ശ്രദ്ധിക്കണേ, ബോയ്ൽസ് ലോയില് പി വി ഈസ് എ കോൺസ്റ്റന്റ് നമ്മൾ കണ്ടു. അത് വെച്ചുകൊണ്ട് നമ്മൾ പട്ടിക പൂരിപ്പിക്കാൻ പഠിച്ചു. But in the Charles law,
V/T is a constant. അപ്പൊ ഈ ഇക്വേഷൻ വെച്ചുകൊണ്ടും ചില ടേബിൾ ഫില്ല് ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്. ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ. നമ്മൾ ആദ്യം കണ്ടതുപോലെ യു ആർ ഗെറ്റിംഗ് എ ടേബിൾ. ഇവിടെ നമ്മൾ V/T, V/T, ഇവിടെ V, ഇവിടെ T, ഇവിടെ V/T എഴുതുന്നു. ബോയിൽസ് ലോ നമ്മൾ കണ്ടതുപോലെ. എന്നിട്ട് പറയാണ് ഇവിടെ ടെമ്പറേച്ചർ ഒരു 50 കെൽവിനാണ്. ഇവിടെ നമ്മൾ വോളിയം എന്ന് പറയുന്നത് ഒരു 2 ml ആണ്. സോ V/2 എന്ന് പറയുന്നത് 50 സോറി V നമുക്ക് ചെറിയ കൂട്ടിയെടുക്കാം എളുപ്പത്തിന് വേണ്ടി. ഇവിടെ 100 ml ആണ് വോളിയം. വോളിയം 100 ml, ടെമ്പറേച്ചർ 50 K. സോ വാട്ട് ഈസ് V/T? 100/50 എന്ന് പറയുന്നത് 2 ആണ്. V/T is a constant. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഒരു 200 ആണ്. ഇവിടെ അറിയില്ല. അപ്പൊ ഇങ്ങനെ ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പൊ V/T is a constant ആണെന്ന് ചാൾസ് ലോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ V/T കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇത് 2 ആണെങ്കിൽ ഇതും തീർച്ചയായിട്ടും 2 ആയിരിക്കണ്ടേ? ആണല്ലോ. അപ്പൊ നമ്മളിവിടെ 200 ആണ്. V/2 ഇല്ലേ? 200 V/2. അപ്പൊ ഇവിടെ എന്തായിരിക്കും? V/T. T എപ്പോഴും 100 തന്നെ ആയിരിക്കും. അപ്പൊ നമുക്ക് 100 കിട്ടി, 100 കെൽവിൻ. അപ്പൊ 200-നെ 100 കൊണ്ട് കഴിക്കുമ്പോൾ യു ആർ ഗെറ്റിംഗ് 2. അപ്പൊ ഇതേ രീതിയിൽ പട്ടിക പൂരിപ്പിക്കാനായിട്ട് ചോദിക്കാറുണ്ട്. നിങ്ങളുടെ പേനയും നോട്ട്ബുക്കും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കുറിച്ച് വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അത് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടാവും. ഞാൻ പറയുന്ന ഓരോ പോയിന്റുകളും നിങ്ങൾ ആ ഓർഡറിൽ തന്നെ ഒന്ന് കുറിച്ച് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠനം വളരെ എളുപ്പമായിരിക്കും, സൗകര്യമായിരിക്കും. ഇതാണ് ചാൾസ് ലോ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയുന്നു. അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ the volume of a fixed mass of gas is directly proportional to the temperature at a Kelvin scale. മലയാളത്തിൽ പറയാം, സ്ഥിരമായ മർദ്ദത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വോളിയം എന്ന് പറയുന്നത് കെൽവിൻ സ്കെയിലിലെ ഊഷ്മാവിന് നേരാനുപാതികമാണ്. അതുകൊണ്ട് അതിന്റെ ഗണിത രൂപം V proportion T or V/T is a constant. അപ്പൊ അത് വെച്ചുകൊണ്ട് നമുക്ക് പട്ടിക ഫില്ല് ചെയ്യാൻ വരും. നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടാവും. വളരെ സിമ്പിൾ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ചില എക്സ്പീരിയൻസ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, an inflated balloon is placed in the sunlight. സൂര്യപ്രകാശത്തിൽ ഊതി വീർപ്പിച്ച ഒരു ബലൂൺ കുറെ സമയം വെച്ചാൽ വാട്ട് ഈസ് ദി ഒബ്സർവേഷൻ? എന്ന് സംഭവിക്കും? നിങ്ങൾക്ക് വളരെ സുപരിചിതമായ ഒരു എക്സാമ്പിൾ ആണ്. അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിൽ കോട്ടൺ സീസണിൽ നമ്മൾ ഊതി വീർപ്പിച്ച ഒരു ബലൂൺ കുറെ സമയം വെക്കുമ്പോൾ കുറെ കഴിയുമ്പോൾ അത് ടപ്പൊന്ന് പൊട്ടിപ്പോകും. Can you say what is the reason? When temperature increases, the volume of the gas is also increases, directly proportional. അപ്പോൾ വോളിയം ഓഫ് ദി ഗ്യാസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ബലൂണിന്റെ ഉള്ളിലെ ഗ്യാസിന് ഉൾക്കൊള്ളാൻ കഴിയാതെ വരുമ്പോൾ ഒരൊറ്റ പൊട്ടലാണ്. So this experience is related to Charles law, V proportion T. മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ ഈ വേനൽക്കാലങ്ങളിലൊക്കെ നമ്മുടെ ടയറുകളിൽ നിറച്ചിരിക്കുന്ന വാതകത്തിന്റെ വോളിയം കൂടുമ്പോൾ ആ ടയർ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വേനൽക്കാലങ്ങളിൽ ടയറുകളിൽ നമ്മൾ പൂർണ്ണമായ തോതിൽ മുഴുവനായും നമ്മുടെ ടയർ കാറ്റ് നിറയ്ക്കാറില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ചില എക്സ്പീരിയൻസ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിലൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചോദിച്ചാൽ നമ്മുടെ അത് ഏത് ലോയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, റൈറ്റ് ഡൗൺ ദി മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ, ഗണിത രൂപം എന്ത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത കാര്യങ്ങൾ
6 ക്യാരക്ടറിസ്റ്റിക്സ്, മോളിക്യൂൾസിന്റെ 6 സവിശേഷതകൾ കണ്ടു. വോളിയം എന്താണെന്ന് നമ്മൾ പങ്കുവച്ചു. പ്രഷർ എന്താണെന്ന് നാം കണ്ടെത്തി. ടെമ്പറേച്ചർ അല്ലെങ്കിൽ താപനില എന്താണെന്ന് പറഞ്ഞു. അടുത്തത് 3 ഇമ്പോർട്ടന്റ് ഗ്യാസ് ലോസിൽ വളരെ പ്രധാനപ്പെട്ട ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ബോയിൽസ് ലോ ആണെന്ന് പറഞ്ഞു. അതിന്റെ ഡെഫിനേഷൻ പഠിക്കണം. മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ, ഗണിത രൂപം, അത് വെച്ചുകൊണ്ട് ഉള്ള ക്വസ്റ്റ്യൻസ് എല്ലാം വർക്ക്ഔട്ട് ചെയ്യാൻ നിങ്ങൾ പഠിക്കണം. അടുത്ത ലോ എന്ന് പറയുന്നത് ചാൾസ് ലോ. അതിന്റെ ഡെഫിനിഷൻ പഠിക്കണം. മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ ഗണിത രൂപം പഠിക്കണം. അത് വെച്ചുകൊണ്ട് നമ്മൾ ടേബിൾ ഫില്ല് ചെയ്യാൻ പഠിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഡേ ടു ഡേ ലൈഫിലുള്ള ചില എക്സ്പീരിയൻസ് അതിന്റെ റീസൺ കണ്ടുപിടിക്കാൻ പഠിക്കണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇവിടെ നിന്നെല്ലാം തീർച്ചയായിട്ടും നിങ്ങളുടെ SLC ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ചോദ്യം എന്തായിരുന്നാലും വന്നിരിക്കും. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയിൽ കൂടിയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് കുട്ടിക്കും സിമ്പിളായി എഴുതി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ചോദിക്കുക. അടുത്ത നിയമം ഇത് പറയുന്നത് ശ്രദ്ധിക്കണേ. ഇപ്പൊ നമ്മളൊരു വാതകത്തിന്റെ വോളിയം കൂട്ടാൻ ഒരു മാർഗം നിങ്ങൾ പറഞ്ഞു. വോളിയം കൂട്ടാൻ നിങ്ങൾ ഒരു മാർഗം പറഞ്ഞു. ഇങ്ങനെ ഒരു വാതകം നമ്മളൊരു മൂവബിളായിരിക്കുന്ന ചലിക്കുന്ന ചലിക്കുന്ന ശേഷിയുള്ള ഒരു പിസ്റ്റണുമായി നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇതിൻ്റെ ഉള്ളിൽ ഗ്യാസ് ഉണ്ട്. ഇതിന്റെ വോളിയം കൂട്ടാൻ ഒരു മാർഗം എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് വളരെ പെട്ടെന്ന് ഓടി വന്ന് കാണും. ഈ ഗ്യാസിന്റെ വോളിയം കൂട്ടാൻ വേണ്ടി താപനില കൂട്ടിയാൽ പോലെ ടെമ്പറേച്ചർ കൂടുമ്പോൾ തീർച്ചയായിട്ടും വോളിയം കൂടും. ചാൾസ് ലോ. യെസ്. ഇനി വോളിയം കൂട്ടാൻ വേണ്ടി വേറെ മാർഗം പറഞ്ഞേ. ഇതിന്റെ വോളിയം കൂട്ടാൻ വേണ്ടി ഈ പിസ്റ്റൺ മേലോട്ട് പൊന്തിച്ചാൽ പോരെ. പിസ്റ്റൺ മേലോട്ട് പൊന്തിക്കുമ്പോഴോ വോളിയം കൂടുന്നു, അപ്പോൾ പ്രഷർ കുറയും. പിസ്റ്റൺ മേലോട്ട് പൊന്തിക്കുമ്പോ പ്രഷർ കുറയും, വോളിയം കൂടും. അപ്പൊ നമ്മൾ അക്കോർഡിംഗ് ടു ദി ബോയിൽസ് ലോ വോളിയം കൂട്ടാൻ വേറൊരു മാർഗമാണ് പ്രഷർ കുറച്ചാ മതി. പ്രഷർ കുറയ്ക്കുന്ന എങ്ങനെയാ? പിസ്റ്റൺ മേലോട്ട് ഇന്ന് വലിക്കുന്നു. അപ്പൊ 2 മാർഗങ്ങൾ കണ്ടു. ഒന്ന്, താപനില കൂട്ടുമ്പോൾ അതിന്റെ വോളിയം കൂട്ടാം അക്കോർഡിംഗ് ടു ദി ചാൾസ് ലോ. 2, പ്രഷർ കുറച്ചാൽ വോളിയം കൂട്ടാം അക്കോർഡിംഗ് ടു ദി ബോയിൽസ് ലോ. ഇനി പ്രഷറിലും ടെമ്പറേച്ചറിലും മാറ്റം വരാതെ വോളിയം കൂട്ടാൻ എന്തെങ്കിലും മാർഗം പറയാമോ? ആലോചിച്ച് നോക്കി. ഊഷ്മാവിന് മാറ്റം വരാൻ പാടില്ല, പ്രഷറിൽ മർദ്ദത്തിൽ മാറ്റം വരാൻ പാടില്ല. അപ്പോൾ അതിന്റെ വോളിയം കൂട്ടാൻ ഒരു മാർഗം പറയാമോ? നിങ്ങളുടെ മനസ്സിലേക്ക് ചില ചിന്തകൾ ഓടി വരുന്നുണ്ടാവും. യെസ്. ഇതിലേക്ക് കൂടുതൽ ഗ്യാസ് മോളിക്യൂൾസ് ചേർത്ത് കൊടുത്താൽ പോലെ. അപ്പൊ കൂടുതൽ ഗ്യാസ് മോളിക്യൂൾസ് ചേർത്ത് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പിസ്റ്റൺ മേലോട്ട് ഇങ്ങനെ വരുന്നത് കാണാം. കാരണം പ്രഷർ സെയിം ആയിരിക്കും. പിസ്റ്റൺ മേലോട്ട് മൂവബിൾ പിസ്റ്റൺ ആണ്, നോട്ട് ഫിക്സഡ്. അപ്പം മോളിക്യൂൾസിന്റെ എണ്ണം കൂടുമ്പോൾ വോളിയം കൂടുന്നു. This important law is stated by the greatest scientist, that is called Avogadro. നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവും. This law is called Avogadro law. Mathematically, it is represented as V proportion n. Here n is the small letter, n is the number of molecules. അപ്പോൾ directly proportional n. അപ്പൊ സോ നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ എണ്ണം, നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടുമ്പോ വോളിയം കൂടുന്നു, നമ്പർ ഓഫ് മോളിക്യൂൾസ് കുറയുമ്പോ വോളിയം കുറയുന്നു. ഇതാണ് അവഗാഡ്രോ ലോ. അപ്പൊ നമ്മൾ ഇതിന്റെ വോളിയം കൂട്ടാൻ കൂടുതൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ അതിന്റെ
വോളിയം കൂടും. സോ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ the volume of a fixed mass of gas is directly proportional to the number of molecules. സ്ഥിരമായ ഊഷ്മാവിലും സ്ഥിരമായ മർദ്ദത്തിലും സ്ഥിതി ചെയ്യുന്ന ഒരു വാതകത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് തന്മാത്രകളുടെ എണ്ണത്തിന് നേർ ആനുപാതികമായിരിക്കും. ഗണിത രൂപം V പ്രപ്പോർഷൻ N. ഈ 3 വാതക നിയമങ്ങൾ വളരെ പ്രധാനപ്പെട്ട വാതക നിയമങ്ങൾ, നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ നമ്മൾ ഈ സെഷൻ ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ആദ്യത്തെ പോയിന്റുകൾ 1-2 മിനിറ്റോട് നിങ്ങളുടെ മനസ്സിലേക്ക് നടുക്കി വെക്കാം. ആദ്യത്തെ ആശയം എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നല്ലോ ഗ്യാസ് മോളിക്യൂൾസിന്റെ 6 സവിശേഷതകൾ, 6 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്യാസ് മോളിക്യൂൾസ്. ഓക്കെ, അത് നിങ്ങൾ വായിച്ച് പഠിക്കണം. രണ്ടാമത്തെ ആശയം നിങ്ങളുടെ മനസ്സിലേക്ക് വന്നോ? വോളിയം എന്താണെന്ന് പറഞ്ഞു. ഒരു വാതകത്തിന്റെ വോളിയം വ്യാപ്തം എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു. അടുത്ത ആശയം, മൂന്നാമത്തെ ആശയം മനസ്സിലേക്ക് എത്തിക്കാണും. ഓർഡറാക്കി ഇങ്ങനെ വെക്കണം. പ്രഷർ എന്താന്ന് പറഞ്ഞു. ഫോഴ്സ് എക്സേർട്ടഡ് പെർ യൂണിറ്റ് ഏരിയ. ടോട്ടൽ ഫോഴ്സിനെ സർഫസ് ഏരിയ കൊണ്ട് ഹരിക്കുന്നു. ആകെ പ്രതലത്തിൽ അനുഭവപ്പെടുന്ന ബലത്തെ പ്രതല പരപ്പളവ് കൊണ്ട് ഹരിക്കുന്നു, സർഫസ് ഏരിയ കൊണ്ട് ഹരിക്കുന്നു. ടെമ്പറേച്ചർ, താപനില എന്താന്ന് പറഞ്ഞു. അടുത്ത ആശയം ആവറേജ് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു. അടുത്ത ആശയത്തില് 3 പ്രധാനപ്പെട്ട ഗ്യാസ് ലോസ്. അതിൽ നമ്പർ 1 എന്ന് പറയുന്നത് ബോയിൽസ് ലോ, മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ, ഡേ ടു ഡേ ലൈഫിൽ എക്സ്പീരിയൻസ്. അടുത്ത ആശയം ചാൾസ് ലോ, മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ ഗണിത രൂപം. അത് വെച്ച് ടേബിൾ പൂരിപ്പിക്കാൻ പഠിച്ചു. ഡേ ടു ഡേ ലൈഫിലെ ചില എക്സ്പീരിയൻസ് ചർച്ച ചെയ്തു. ലാസ്റ്റ് ലോ അവഗാഡ്രോ ലോ, V പ്രപ്പോർഷൻ N. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത സെഷനിൽ നാം വളരെ പ്രധാനപ്പെട്ട ചില മേഖലകളിലേക്ക് കടക്കും. വളരെ സിമ്പിളായി ലളിതമായി നിങ്ങൾക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുന്ന രീതിയിലുള്ള ചില ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ക്ലാസ് മുന്നോട്ട് പോകുന്നത്. ഈ ടെക്നിക്സ് അറിയുന്ന കുട്ടിക്ക് മാത്രമേ ഈ പാഠത്തിൽ മാർക്ക് കിട്ടൂ. അതുകൊണ്ട് അടുത്ത സെഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുവരെ ക്ലാസ് എടുത്തത് നിങ്ങൾ ശരിയായ രീതിയിൽ വായിച്ചു പഠിക്കുക. സംശയങ്ങളൊക്കെ തീർച്ചയായും നിങ്ങൾ സ്കൂളുകളിലേക്കോ ട്യൂഷൻ സെന്ററിലേക്ക് കടന്നു വരുമ്പോൾ നേരിൽ കണ്ട് നമുക്ക് വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യും, പഠിപ്പിക്കും. അപ്പോൾ നിങ്ങൾക്ക് വളരെ ക്ലിയറായി എല്ലാം മനസ്സിലായിക്കോളും. ഒരു പ്രശ്നവും ഇല്ല. ഓക്കെ, താങ്ക് യു.